എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകത, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ചോയ്സ് നോക്കി നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ആൻസറിന് അവിടെ ടിക്കൊന്നും ചെയ്തിട്ടില്ല, ടിക്ക് മാർക്കൊന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്കത് നോക്കി ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉടനടി നമ്മൾ ആൻസർ അതിന്റെ കണ്ടെത്തുന്നു. അതാണ് ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് വൈ അക്ഷരത്തിൽ വരുന്നത്? അതായത് ഏത് പെയറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതിൽ വൈ ആക്സിസിൽ വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ അതിനകത്ത് നിന്ന് ആൻസർ പറയാൻ പറ്റും. വൈ ആക്സിസിൽ ഒരു പോയിന്റ് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് പെയർ എന്ന് പറയുന്നത് എക്സ് വൈ ആണ്. അപ്പൊ ഏതിനകത്താണ് എക്സ് 0 ആയിട്ട് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ ബി മാത്രമാണ് അതിനകത്ത് 0 ആദ്യം വരുന്നത്. അതായത് എക്സ് കോർഡിനേറ്റ് 0 വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് വേഗം അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടണം. ചുവടെ പറയുന്ന സമാന്തര ശ്രേണികളിൽ ഏതിലാണ് 37 ഒരു പദമാകുന്നത്? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഇതുപോലെ തന്നെ നോക്കണം. 37 ആയിട്ട് നമുക്ക് നോക്കിയേ. എ എന്ന് പറയുന്നത് അതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9 - 4 5 ആണ്. അതായത് 5ന്റെ ടേബിളിൽ നിന്ന് 1 കുറഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. 5ന്റെ ടേബിളിലെ നമ്പേഴ്സിൽ നിന്ന് 1 കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ 37 എന്ന് പറയുന്നത് 5ന്റെ ടേബിളിനേക്കാളും 2 കൂടുതൽ വരുന്നതാണ് 37 എന്ന് പറയുന്നത്. അപ്പൊ അതല്ല. രണ്ടാമത്തെ ഓപ്ഷൻസിലും കോമൺ ഡിഫറൻസ് 5 തന്നെയാണ്. അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത? 7 12 അങ്ങനെയാണ് പോകുന്നത്. എന്ന് വെച്ചാൽ 5ന്റെ ടേബിളിൽ 2 കൂടിയാണ് വന്നിരിക്കുന്നത്. അതായത് 5 + 2 7. അതുപോലെ തന്നെ 10 ആണ് രണ്ടാമത്തെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ രണ്ടാമത്തെ നമ്പർ 10 ആണെങ്കിൽ 12 ആണ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ 35ന് 37 ആണ്. അപ്പൊ ആ ശ്രേണിയിലാണ് 37 വരുന്നത്. അപ്പൊ 5 ആണ് അവിടുത്തെ കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസിനോട് കൂടി 2 കൂടുതലായിട്ട് വരുന്നതാണ് ഈ ശ്രേണിയിലുള്ള നമ്പറിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പദമായ 37 എന്ന് പറയുന്നത് 2 കൂടുതലാണ്. 5ന്റെ ടേബിളിലെ നമ്പറിനേക്കാളും 2 കൂടുതലാണ്. 35 + 2 37 ആണ്. അപ്പൊ അതെന്തായാലും സെക്കൻഡ് ശ്രേണിയിലാണ് വരുന്നത്. ഓപ്ഷൻ ബിയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെയുള്ള ശ്രേണികൾ നമ്മൾ നോക്കേ വേണ്ട. അപ്പൊ നമുക്ക് വേഗം തന്നെ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കിട്ടി. 37 ഏത് ശ്രേണിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ ശ്രേണിയിലാണ് 37 ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 7 കുട്ടികളുടെ ഭാരം ചുവടെ കൊടുത്തിരിക്കുന്നു. 44 42 40 47 41 38 45. മധ്യമ ഭാരം എന്താണ്? 7 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ ഒരു ഓഡ് നമ്പറാണ്. അപ്പൊ അതിന് നടുക്ക് വരുന്നത് ഏതാണോ ആ നമ്പറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അതായത് ചെറിയ നമ്പർ തുടങ്ങി വലിയ നമ്പറിലേക്ക്. അപ്പൊ നമുക്കതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് മനസ്സിൽ തന്നെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കത് റൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ നമുക്കത് മനസ്സിലാക്കാം. 3 എണ്ണം വരുന്ന കഴിഞ്ഞ് നാലാമത്തെ അസെൻഡിങ്ങിൽ എഴുതുമ്പോൾ, അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നാലാമത് വരുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 38. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 40 ആണ്. 41 ഉണ്ട്. അടുത്ത് വരുന്ന അപ്പൊ 3 എണ്ണം കഴിഞ്ഞു. നാലാമത്തെ ഏത് നമ്പർ? 42. അപ്പൊ 42 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ മൊത്തം ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റി. 42 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 6 10 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ബീജഗണിത രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രൈക് ഫോം ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ 6 10 14ന്റെ കോമൺ ഡിഫറൻസ്, അതായത് രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം ഒന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അതെന്ന് പറയുന്നത് 10 - 6 അല്ലെങ്കിൽ 14 - 10 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേ നമ്പർ തന്നെയായിരിക്കും ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ആ ഡിഫറൻസ് എപ്പോഴും സെയിം തന്നെയായിരിക്കും, കോമൺ ഡിഫറൻസ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്.
അപ്പൊ 4 അതിനോട് കൂടി n ചേർക്കുക 4n. അപ്പൊ 4n വരുന്നത് ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് ഒന്നാമത്തേലും നാലാമത്തേലും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ ബാക്കി രണ്ടെണ്ണം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത ടേമാണ് നമുക്ക് വേണ്ടത്. 4n പ്ലസ് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ആദ്യം കിടക്കുന്ന നമ്പർ ഏതാണ്? 6 മൈനസ് 4 എത്രയാണ്? 2 ആണ്. അത് ഏതിനാണ് വരുന്നതെന്ന് നോക്കുക. 4n പ്ലസ് 2, അതായത് ഓപ്ഷൻ ഡി ആണ് 4n പ്ലസ് 2 ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ട് ഒന്നും ചെയ്യണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ എഴുതുക. 4n പ്ലസ് 2. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 എന്നത് ഒരു വൃത്തത്തിന്റെ സമവാക്യമാണ്. വൃത്തത്തിന്റെ സമവാക്യം എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എല്ലാവർക്കും അത് എപ്പോഴും ഓർത്തിരിക്കണം എന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതുന്നതെന്നാണല്ലോ നമ്മൾ നോക്കണത്. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വൃത്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് വൃത്തത്തിന്റെ ആരം 9 ആണ്. അപ്പോൾ ആരം ഒരിക്കലും അവിടെ 2 ഓപ്ഷൻസ് ബാക്കിയും കൂടി ഞാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വൃത്തത്തിന്റെ ആരം 9 ആണ്. വൃത്തകേന്ദ്രം 1, 3 ആണ്. വൃത്തത്തിന്റെ ആരം 3 ആണ്. വൃത്തകേന്ദ്രം -1, -3 ആണ്. അപ്പൊ ഇവിടെ ആരത്തിനെ സൂചിപ്പിക്കുന്ന 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരം 9 ആണെന്നും പറയുന്നുണ്ട്, ആരം 3 ആണെന്നും പറയുന്നുണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കുക, ആരം ആർ സ്ക്വയർ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ്? 3യുടെ സ്ക്വയർ ആണ് 9 അല്ലെ? അപ്പൊ ആരം 3 വരുള്ളൂ. അതെവിടെയാണ് വരുന്നതെന്ന് നോക്കുക. അതേതാണ്? മൂന്നാമത്തെ പ്രസ്താവനയിലാണ് വൃത്തത്തിന്റെ ആരം 3 ആണെന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ്. വൃത്തത്തിന്റെ കേന്ദ്രം ഒന്നും നോക്കാനില്ല. ഇതിന്റെ ജനറലൈസ്ഡ് ഫോർമുല ഞാൻ പറഞ്ഞ പോലെ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കാത്തവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓർത്തിരിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെ കാണുന്നതിൽ നോക്കുമ്പോൾ നോക്കിയേ 1ഉം 3ഉം ആണ് കിടക്കുന്നത്. ആ മൈനസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അവിടെ പ്ലസ് ആണ് വന്നിരുന്നെങ്കിൽ മൈനസ് വന്നേനെ, -1 അതുപോലെ തന്നെ -3ഉം വന്നേനെ. അപ്പൊ ഇവിടെ രണ്ടിനും മൈനസ് ആണ് കിടക്കുന്നത്. എക്സ് കഴിഞ്ഞിട്ട് മൈനസ് ആണ്. എക്സ് -1ഉം വൈ -3ഉം ആണ് കിടക്കുന്നത്. അപ്പൊ 2 സ്ഥലത്ത് മൈനസ് ആണ് കിടക്കുന്നത്. അപ്പൊ പോസിറ്റീവ് ആണ് അവിടെ വരുന്നത്. അവ 1ഉം 3ഉം ആണ് എന്ത്? വൃത്തകേന്ദ്രമായിട്ട് വരുന്നത്. എന്നാൽ എക്സ് പ്ലസ് 1ഉം വൈ പ്ലസ് 3ഉം ആണ് വന്നിരുന്നെങ്കിലോ -1ഉം -3ഉം ആയിട്ട് മാറിയേനെ ആൻസർ. അപ്പൊ ഇവിടെ എക്സ് -1ഉം വൈ -3ഉം ആയതുകൊണ്ട് വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പൊ ഓപ്ഷൻസ് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? വൃത്തകേന്ദ്രം 1, 3 ആണ്. അതുപോലെ വൃത്തത്തിന്റെ ആരം 3 ആണ്. ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? അപ്പൊ അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിലാണ് അത് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നേരത്തെ ഞാൻ സമാന്തര ശ്രേണി പറഞ്ഞിരുന്നു. അവിടെ ഒരു പദം നമുക്ക് തന്നിട്ട്, അതായത് 37 എന്നുള്ള പദം തന്നിട്ട് എങ്ങനെയാണ് ഏത് ശ്രേണിയിലാണ് ഉൾപ്പെടുന്നതെന്ന് നമ്മൾ കണ്ടെത്തി. അതിന്റെ തന്നെ വേറൊരു രീതിയിൽ ചോദ്യം ചോദിക്കാം. ചുവടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് 5, 8, 11 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാകുന്നത്? 5, 8, 11. അപ്പൊ ഇവിടെയും നമുക്ക് സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. 8ന് 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 3 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. 3ന്റെ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സീക്വൻസ് നോക്കുക. 3ന്റെ ടേബിളിനോട് കൂടി 2 കൂട്ടിയിട്ടുള്ളതാണ് ഈ ടേബിളിലെ നമ്പേഴ്സ് എല്ലാം തന്നെ. അപ്പോൾ 3ന്റെ ടേബിളിലുള്ള നമുക്ക് ഓപ്ഷൻസിലെ ആൻസറിൽ 3ന്റെ ടേബിളിലുള്ള നമ്പറിനോട് കൂടി 2 കൂട്ടിയിട്ടുള്ള ഏത് നമ്പർ ആണോ വരുന്നത് അതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയേ, 25 അങ്ങനെ ഒരു ടേബിളിൽ വരുന്നില്ല. അപ്പൊ അത് വരുന്നില്ല. ടേബിളിലെ നമ്പറിനോട് കൂടി 2 കൂട്ടി വരുന്നില്ല. അടുത്തത് 30 ഓൾറെഡി 3ന്റെ ടേബിളിൽ ഉണ്ട്. അപ്പൊ അതല്ല. അടുത്തത് 35 തീർച്ചയായിട്ടും വരും. കാരണം 11 × 3 33 ആണ്. 33 + 2 35 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വരിയിൽ 5 ആളുകളെ എത്ര തരത്തിൽ ക്രമീകരിക്കാം? ഒരു വരിയിലുള്ള 5 ആളുകളെ എത്ര തരത്തിൽ ക്രമീകരിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വേറെ ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാനില്ല.
5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആൻസർ. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അത് ഞാനിവിടെ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചതിന് കുഴപ്പമില്ല, നിങ്ങൾക്കത് ഇതും എഴുതി ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിൽ ചെയ്ത് നോക്കി ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ സൈഡിൽ കൊടുത്തത് തന്നെ. 5 ആളുകളെ എത്ര തരത്തിൽ ക്രമീകരിക്കാം എന്നുള്ളത് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പൊ ആൻസർ 120 എന്നുള്ള ആൻസർ കിട്ടും. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ A:B 1:3 ആണ്, B:C 2:5 ആണ്, A:C എത്രയാണ്? സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വേറെ ഒന്നുമില്ല, A:B എന്ന് പറഞ്ഞാൽ A/B ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് 1/3 ആണ് അവിടെ വന്നിരിക്കുന്നത്. അടുത്തതാണെങ്കിൽ B:C എന്ന് പറയുന്നത് 2:5 ആണ്, ദാറ്റ് മീൻസ് 2/5 ആണ്. അപ്പൊ 1/3 ഇൻറ്റു 2/5 എന്താണോ അതാണ് A:C. 1/3 ഇൻറ്റു 2/5, അതായത് 1 ഇൻറ്റു 2 2 തന്നെയാണ്, 3 ഇൻറ്റു 5 15 ആണ്. അപ്പൊ 2:15 ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ ബി അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n + 2 ആണ്. ഈ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾജിബ്രൈക് ഫോം ആണ് 5n + 2 എന്ന് തന്നിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല, എന്നിയുടെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക. ആദ്യ പദം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആണ്, എന്നിയുടെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കുക. 5 ഇൻറ്റു 1 5 തന്നെ, 5 + 2 7. ഇനി രണ്ടാം പദമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലോ 5 ഇൻറ്റു 2 + 2 ചെയ്യുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട്. 5 ഇൻറ്റു 2 10, 10 + 2 12 എന്ന് എഴുതാം. അത് രണ്ടാം പദം ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, 5 ഇൻറ്റു 1 + 2, 5 + 2 7. അപ്പോൾ ആൻസർ 7 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1, 4, 9 എക്സെട്ര എന്ന പൂർണ്ണവർഗ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അത് വളരെ ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1, 4, 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആ ശ്രേണിയിൽ വരുന്നത് 16 ആണ്. ഓപ്ഷൻ നോക്കി നമുക്ക് ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ, അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ തന്നെ ബീജഗണിത രൂപം ഓൾജിബ്രൈക് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. 3 - 5n ആണ്. പൊതുവ്യത്യാസം എന്ത്? ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊതുവ്യത്യാസം എടുത്തെഴുതാൻ ഇതുപോലെ തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 3 - 5n കിട്ടി തന്നിട്ടുള്ളതിൽ എന്നിന്റെ കൂടെ എന്നിനോട് ചേർന്ന് ഏത് നമ്പറാണ് കിടക്കുന്നതെന്ന് നോക്കുക. എന്നിനോട് ചേർന്ന് ഇവിടെ കിടക്കുന്ന നമ്പർ -5 ആണ്. അപ്പോൾ -5 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഓപ്ഷനിൽ ഡി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 3 + 5n ആണ് കിടന്നിരുന്നെങ്കിൽ വെറും 5 വരുള്ളായിരുന്നു. ശരിക്കും ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് dn + f - d ആണ്. ഓൾജിബ്രൈക് ഫോമിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് dn + f - d ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, PSC അടുത്തിടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2026 തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സാധ്യതകളുടെ ഗണിതവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. 2 ആനകളും 3 കാളകളുമുള്ള ക്രമരഹിതമായ നറുക്കെടുപ്പിൽ ഓരോന്നിനും തുല്യ സാധ്യതയുള്ള ആനയെ തിരഞ്ഞെടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതായത് സാധ്യതകളുടെ ഗണിതം അഥവാ പ്രോബബിലിറ്റി എന്താണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 2 ആനകളും 3 കാളകളുമുള്ള ക്രമരഹിതമായ നറുക്കെടുപ്പിൽ ഓരോന്നിനും തുല്യ സാധ്യതയുള്ള ആനയെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇവിടെ നമുക്ക് ആനകൾ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ് ഉള്ളത്. ടോട്ടല് എത്ര എണ്ണമുണ്ട്? 2 + 3 5 എണ്ണമുണ്ട്. അപ്പൊ ഈ 5 കൂട്ടത്തിൽ നിന്ന് 5 എണ്ണത്തിൽ നിന്ന് 2 എണ്ണത്തിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. 2 എണ്ണയാണ് അതിനകത്ത് ആനകളായിട്ടും ഉള്ളൂ. അപ്പൊ 2/5 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ആൻസർ തിരഞ്ഞെടുക്കുമ്പോൾ 2/5 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.